ഹായ് ഹലോ. ഞാനിന്ന് രാത്രി അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ചർച്ചിൽ പോകുന്നത് കൊണ്ട് ഈ രാത്രിയിൽ ഈ BCC വാർഷികമല്ല പ്രാർത്ഥനയൊക്കെ വയ്ക്കുമല്ലോ ഈ പള്ളിയിൽ നിന്നൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നേ പ്രാർത്ഥന. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പിന്നെ ഇന്നിവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടിയിട്ട് ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ അനിയൻ്റെ മുഖം കിട്ടൂല, അവനാണെങ്കിൽ ഒളിച്ച് കളയും കേട്ടോ. അവന് മുഖം വരുന്നത് ഇഷ്ടമല്ല, അവൻ്റെ എടുത്തിടരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് ഇവിടെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കാണാം. ഭയാനകമായ ക്രൂരതകളാണ് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അവള് കള്ളി, അവക്കിനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവള് എല്ലാം കൂടെ കൊണ്ട് അവന്റെ തലയിൽ അവന് അവളും കൂടെ ചേർന്ന് തന്നെ ചെയ്തത്. കള്ളി ആ കൊച്ചിനെ. ഇവക്കിനി വേറെ അവൻ്റെ കൂടെയെങ്കിലും പോണമായിരിക്കും. അതുകൊണ്ട് അവൻ ഇനി അവളെയൊക്കെ ആ കൊച്ചിനെ നോക്കാൻ ആർക്കും പറ്റിയില്ല, അവളെ തള്ളയ്ക്കും പറ്റിയില്ല. അവളെ തള്ള പറഞ്ഞെന്ന്. പിന്നെ അത് എന്തോന്ന്, അവർക്ക് എവിടെ ആരോഗ്യ കേന്ദ്രത്തിൽ എവിടെ ജോലിയുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞൊന്നും അവർക്ക് നോക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ പോലീസുകാരാണ് പിന്നെ ഇവളെ ഏൽപ്പിച്ചത്. അവരാരോ ചോദിച്ചെന്ന് തോന്നണം. ഇതൊക്കെ നോക്കാനില്ലാതെ വരുമ്പം തന്നെ ഇങ്ങനെ പോണത്. 1.5 വയസ്സായ കൊച്ചിനെ അമ്മയും കാമുകനും കൂടെ, കാമുകയല്ല രണ്ടാരച്ഛനും കൂടെ കൊന്നില്ലേ, അതാണ് അമ്മ നോക്കിക്കൊണ്ടിരുന്ന് പറയുന്നത് കേട്ടോ. അതിന് പോലീസുകാരാണെങ്കിൽ അവനെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്കാണെങ്കിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞ് സംരക്ഷണമാണ് അവന് കൊടുക്കണത്. നാട്ടുകാർ അപ്പോഴും തന്നെ അവനെ എടുത്തിട്ട് സംരക്ഷണം കൊടുക്കണ പോലീസുകാർ ഭയങ്കര നല്ല കാര്യമല്ലേ ചെയ്തത്. എന്നാൽ പാവപ്പെട്ടവൻ്റെ പടലിക്ക് പോലീസുകാർക്ക് കയറാൻ നല്ല എളുപ്പമുണ്ട്. പാവം എന്തെങ്കിലും ഒരു വിശന്ന് വല്ലതും എടുക്കുകയോ പറക്കുകയോ ചെയ്യണവൻ്റെ പുറത്തവന്മാർ പിടിച്ച് വലിയ ക്യാമന്മാർ കളിക്കും. അവനെയൊക്കെ കൊണ്ടുപോയി എന്താ യവനെയും ജയിലിൽ കൊണ്ടിട്ട് ആ കൊച്ചിനെ എന്തൊക്കെയാണ് യവൻ ചെയ്തത് അതുപോലെ ചെയ്യണം. കണക്കാക്കി മാർക്ക് കൊടുക്കണം. ഒരുത്തമാര് ചെയ്യരുത് ഒരു പിള്ളേർ. നാട്ടുകാർ കൊടുത്താലേ അവനൊക്കെ പഠിക്കുള്ളൂ, അല്ലാതെ പോലീസുകാർ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടിരിക്കുന്നു. പള്ളികളും കള്ളന്മാരും തന്നെ ആളുകളോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടാതെ ഇങ്ങനെ പുറത്ത് ആളുകളോട് സംസാരിച്ച് വീട്ടിൽ നടക്കണമെന്ന് അറിയും. അതുകൊണ്ട് അവിടെ ഇവിടെ ഞാൻ പറയാം 51 മുറിവെന്നൊക്കെ പറഞ്ഞ് ഇവളെ തോന്നും മരിച്ചായിരുന്നു. 51 മുറിവ് ആ കൊച്ചിന് ഇത്രയും ആക്കണത് വരെ. ഇവക്ക് അവനെ വേണമെങ്കിൽ ആ കൊച്ചിനെ എല്ലാവരും വീട്ടുകാരെ കൊണ്ടിട്ടിട്ട് അവള് പോവാത്ത വളർത്തു വരുന്നില്ല. ഇവള് ഒറ്റ എണ്ണത്തിനും അവളെ തള്ളക്ക് നോക്കാൻ വയ്യ, ഒറ്റ എണ്ണത്തിനും നോക്കാൻ വയ്യ. ഇനി ഒരുത്തമാരും പോലെ ചെയ്യരുത്. അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കിടന്നുറങ്ങിയ കുഞ്ഞു അത് ഒരു കുറച്ച് ദിവസമായി. സംഭവശേഷം വീടൊക്കെ വൃത്തിയാക്കിയാണ്. വീടൊക്കെ വൃത്തിയാക്കി കൊച്ചിനെ ചെയ്യാൻ ഉപയോഗിച്ചതിനെല്ലാം എടുത്തിട്ട് കത്തിക്കുക എന്തൊക്കെ ചെയ്തിരിക്കും. പോലീസുകാരാണെങ്കിൽ അത് അവര് കൊലപാതകം ചെയ്തതുപോലെ പോലീസുകാർ പറയില്ലേ മറ്റു നാട്ടുകാരടിക്കാൻ വന്നപ്പോ പറയണത് പേടിക്കണ്ട നീ പേടിക്കണ്ട. കുത്തി കീറി അവനെ ഒറ്റ അടിയോടെ ഞാൻ തന്നെ മണ്ടേ പിളക്കുമായിരുന്നു. എങ്ങനെ പോലീസുകാർ പറയണത് നീ പേടിക്കണ്ട. കൊലക്കേസ് പ്രതി പശു. പോലീസുകാർ സംരക്ഷണം കൊടുക്കണ ഭയങ്കര VIP ഒക്കെ കൊടുക്കണം. VIP ഒക്കെ ഇത്രയും കൊടുക്കണം. കള്ളന്മാർക്ക് സംരക്ഷണം കൊടുക്കാനല്ല പോലീസ്, അല്ലാതെ നല്ലവർക്ക്
എന്നിട്ട് പോയി കിടന്നുറങ്ങി. എന്തിനെ ഈ കൊച്ചുങ്ങളോട് എന്തിനാണ് ഇത് കാണിക്കണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലേ ഈ വൈരാഗ്യം ഈർപ്പം വിദ്വേഷം. അവൻ ഒന്നും അറിയാം, തൂക്കിയെടുത്ത് എടുത്തെറിഞ്ഞിട്ട് അവൻ പെയ് കിടന്നുറങ്ങി. അവളും കിടന്നുറങ്ങി. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നും എത്ര പേരിലേക്ക് ഷെയർ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും സാധാരണപ്പെട്ട ഞങ്ങളെ പോലുള്ളവർ പറഞ്ഞതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറിനോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള മനുഷ്യ മൃഗങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ഉപദ്രവിക്കുന്ന ഇതുപോലെയുള്ള മനുഷ്യ മൃഗങ്ങളെ ഒരിക്കലും പോലീസുകാർ സംരക്ഷിക്കുവാനോ അവർക്ക് അവിടെ VIP പരിഗണന ജയിലിനകത്ത് കൊടുക്കുവാനോ പാടില്ല. എത്രത്തോളം ഇവന്മാരെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ കൊച്ച് എത്രത്തോളം വേദനയാണോ അനുഭവിച്ചത് അതുപോലെ ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് ഇവനെ എത്രത്തോളം പരമാവധി ശിക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷിക്കുക. കാരണം ഒരു കുഞ്ഞിന് 51 മുറിവെന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞ് ഈ 51 മുറിവ് പറ്റി മരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് എന്താ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു നരാധമന്മാരും ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകരുത്. ഈ കുഞ്ഞിനെ മാത്രം ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരുത്തനും ഇതുപോലെ ഇനി ചെയ്യാൻ ഇവൻ്റെയൊക്കെ മനസ്സ് വരരുത്. അത്രത്തോളം മൃഗീയമായിരിക്കണം ജയിലിനകത്ത് ഇവൻ്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഇവനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇനി ആരും ജയിലിൽ പോകരുതെന്ന് അവൻ്റെ നാവ് കൊണ്ട് തന്നെ അവൻ പറയണം. അത്രമാത്രം മൃഗീയമായിട്ട് ഇവനെ ജയിലിനകത്തിട്ട് ഇവനെ നരകിപ്പിക്കണം. ഇവനെ അത് എങ്ങനെയെങ്കിലും അതിനുള്ള ഒരു നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് പറ്റിയില്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ ഇവനെ ഇട്ട് തന്നാൽ മതി. ഇവന് എന്ത് വേണോ ഞങ്ങൾ നാട്ടുകാർ ചെയ്തോളാം, നമുക്ക് അങ്ങനെയെങ്കിലും ഏൽപ്പിച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ ഇവനൊക്കെ ഇനി ഒറ്റയെണ്ണം ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവൻ്റെയൊക്കെ ഉള്ളിൽ പേടി വരണം. വെളിയിലിറങ്ങുമ്പം ഇവനൊക്കെ അത്രത്തോളം അനുഭവിച്ചിരിക്കണം. അതത്രേ പറയാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഈ വീഡിയോയിലൂടെ. ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാധാരണയായിട്ട് പറയാനുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാക്സിമം ഷെയർ ചെയ്യുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അല്ല ഇങ്ങനെ ചിരി 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 എന്നാണോ കല്യാണത്തിന് കുതിര വണ്ടിയിലാണ് ആരെ കല്യാണം കഴിക്കേ? അപ്പോൾ കുതിര വണ്ടിയാ കല്യാണം കഴിക്കാൻ വയ്യപ്പ. അത് മറ്റേ പഴയ വീട്ടിൽ ഇരുന്നു, പക്ഷെ അതൊക്കെ പോയി ഇപ്പം. ആ ഫോട്ടോയൊക്കെ കല്യാണ ഫോട്ടോ. അമ്മാമ ഇവിടെ വന്നതിന് 3 വീതമായി. അപ്പച്ചി അമ്മേരെ കല്യാണത്തിന് ഇല്ല, അമ്മേരെ കല്യാണത്തിനല്ല, അപ്പച്ചി വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊടുക്കും. ഇറച്ചിയും പറവട്ടെങ്കിലും അതും ഇതെങ്കിലും. എന്റെ അപ്പ വാങ്ങിച്ചു കൊടുത്തില്ലേ? കണ്ട മക്കളെ, മക്കളെ കണ്ട അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു, ആര് വാങ്ങിച്ചു കൊടുക്കും? അത് തന്നെ. പിന്നെ അത് തന്നെ പറഞ്ഞത്, എന്റെ അപ്പ വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, അവിടെ തർക്കിച്ച്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്ര തന്നെ. ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, എന്റെ അപ്പനാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങേര് വാങ്ങിച്ചു കൊടുത്തില്ല, ഉറങ്ങില്ല. ഇതിനെക്കാട്ടി 2 വീതം കൂടെ ഉണ്ടായിരുന്നു അപ്പൻ.
പിന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നിന്റെ ഓ പഴയ പഴയ കാര്യം തുടങ്ങി ഇനി അപ്പോൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് BCC വാർഷികമൊന്ന് ഇത് അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പുറത്ത് അമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ. അമ്മയും അച്ഛനും വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അനിയനും അനിയൻ്റെ ഭാര്യയും തൊട്ടടുത്ത് തന്നെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഇവിടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ കിടക്കണേ. അപ്പോൾ അമ്മയുടെ വീട്ടിലാണ് ഞാൻ കിടക്കണം. അപ്പോൾ ഇവിടെ വന്നു